ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല നായക നടൻ രാഘവൻ ചേട്ടനെ കുറിച്ച്. രാഘവൻ ചേട്ടനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു സുഹൃത്ത് ഇതിൽ കുറേ പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഞാൻ മറ്റു നടന്മാരെ കുറിച്ചെല്ലാം പറഞ്ഞില്ല, രാഘവൻ ചേട്ടനെ കുറിച്ച് പറയൽ കുറവാണ്. രാഘവൻ ചേട്ടൻ ആ കാലത്ത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറിനെ അനുകരിച്ചിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. അത് ഇന്നിപ്പോൾ മോഹൻലാലിനെ അനുകരിച്ചിട്ട് പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ട്, മോഹൻലാലിനെ അനുകരിച്ചിട്ട് ദിലീപ് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും വിജയിക്കണമെന്നില്ല. അതേപോലെ തന്നെ നസീർ സാറിനെ അനുകരിച്ചിട്ട് രാഘവൻ ചേട്ടൻ അഭിനയിച്ചിട്ട് വിജയിച്ചില്ല. പക്ഷെ എന്നാലും കുറച്ച് പടങ്ങളുണ്ടായി. ഇപ്പോൾ പൃഥ്വിരാജിനുള്ള പടം ഉള്ളതുപോലെ മോഹൻലാലുള്ളപ്പോൾ പൃഥ്വിരാജിന് പടങ്ങളില്ല. അതേപോലെ നസീർ സാറുള്ളപ്പോഴും രാഘവൻ ചേട്ടന് പടങ്ങൾ കിട്ടിയിരുന്നു. അതിൽ രാഘവൻ ചേട്ടൻ്റെ ഒരു പ്രശസ്തമായ സിനിമയാണ് ചെമ്പരത്തി, PN മേനോൻ സംവിധാനം ചെയ്തു. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. അതെല്ലാം അന്നത്തെ കാലത്ത് ഭയങ്കര പാട്ടായിരുന്നു. അതിന് രാഘവൻ ചേട്ടനെ കിട്ടിയത്. പിന്നെ രാഘവൻ ചേട്ടൻ്റെ ഒരു വിജയിച്ച ചിത്രമാണ് ശുക്രദശ. ശുക്രദശ അന്നത്തെ കാലത്ത് ഹിറ്റ് പാടാണ്, ആക്ഷൻ ഫിലിമാണ്. ഒരു 3-4 ഫൈറ്റുണ്ട്, ഒരു 3-4 പാട്ടുണ്ട്. അതിനുശേഷം ശുക്രദശ വിജയിച്ച ശേഷം അതേപോലെ വേറൊരു പടം കൂടി ആ സംവിധാനം തന്നെ തോന്നുന്നു, അന്തിക്കാട് മണിയാൻ തോന്നുന്നു. രണ്ടാമതിറക്കിയ അന്ന് ബലപരീക്ഷണം, അതും സാമാന്യം തെറ്റില്ലാതെ പോയി, ഒരു ആവറേജ് വിജയം കിട്ടി. അത് രാഘവൻ ജയഭാരതി ടീമിന്, രണ്ടിലും രാഘവനും ജയഭാരതി. പിന്നെ ഗായത്രി എന്ന് പറഞ്ഞിട്ട് സോമേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച പടമുണ്ട്, ഗായത്രി. അതിൽ രാഘവനാണ് നായകൻ. അത് രാഘവൻ ചേട്ടൻ നല്ല പാട്ടുള്ള പടമാണ്. പിന്നെ ഒരു ആരാധിക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതും ഒരു ആവറേജ് വിജയം ഉണ്ടായിരുന്നു, വിൻസെൻ്റ് ഉണ്ടാവും. പിന്നെ പ്രേതങ്ങളുടെ താഴ്വര, അത് ഹിറ്റ് ഫിലിമായി. അതൊരു വിജയശ്രീയാണ്, നല്ല പാട്ടുള്ള മാധുര്യൻ്റെ. ആതിരേ തിരുവാതിരേ ആപാദ ചൂടങ്ങൾ കയറി, നല്ല പാട്ടാണ്. രാഘവൻ ചേട്ടൻ നല്ല പാട്ടുണ്ടായിരുന്നു. പിന്നെ ഭാര്യ ഇല്ലാത്ത രാത്രി എന്ന് പറഞ്ഞിട്ടൊരു പടം കളിച്ചു, അതങ്ങനെ വിജയിച്ചില്ല. പ്രേതങ്ങളുടെ താഴ്വര വിജയിച്ച പടമാണ്. പിന്നെ രാഘവൻ ചേട്ടൻ്റെ ഒരു പടമാണ് സരസ്വതിയാമം. നിന്നെ പുണരാൻ മീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. പിന്നെ IV ശശി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടത്തിൽ KP ഉമാർ നായക, തൊട്ടടുത്ത് ഉപനായകനായിട്ട് രാഘവൻ ചേട്ടനാണ്. അത് നല്ല പാട്ടുണ്ട്. സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, ആ പാട്ടതിലാണ്. പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ കൂടെ നസീർ സാറിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച അയോധ്യയിൽ, അതും അന്ന് ശ്രദ്ധിക്കപ്പെട്ട റോളായിരുന്നു. റാണി ചന്ദ്രയെന്ന് പിന്നെ രാഘവൻ്റെ നായിക, നസീർ സാറിൻ്റെ നായിക KR വിജയൻ. അതിൽ രാഘവൻ ചേട്ടൻ നല്ലൊരു പാട്ടുണ്ട്. കളഭത്തിൽ മുങ്ങി വരും വൈശാഖരജനിതൻ കളിത്തോഴി നിന്നെ കാണാൻ വന്നു ഞാൻ കളിത്തോഴി, നല്ല പാട്ടാണ്. നല്ല പാട്ടാണ് അത്. പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. പിന്നെ രാഘവൻ ചേട്ടൻ IV ശശിൻ്റെ സ്ഥിരം കുറേ പടത്തിൽ നായകനും ഉപനായകനായിട്ട് അഭിനയിച്ചു. ഇവർ എന്നുള്ള പടത്തിൽ രാഘവൻ ചേട്ടനാണ് നായകൻ. അതിൽ സോമൻ, സുകുമാരൻ, രവികുമാർ, ജോസ് എല്ലാവരും ഉണ്ടെങ്കിലും രാഘവൻ ചേട്ടനായിരുന്നു നായകൻ. പിന്നെ IV ശശിൻ്റെ ഊഞ്ഞാലിലുണ്ടായി. പിന്നെ രാഘവൻ ചേട്ടൻ അന്നത്തെ കാലത്ത് ആലിംഗനം, പിന്നെ വിൻസെൻ്റ്, രാഘവൻ, കുറേ പടത്തിൽ രാഘവൻ ചേട്ടന് പിന്നെ IV ശശി എടുത്തിരുന്നു. IV ശശിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട നടനാണ് അന്നത്തെ കാലത്ത്. പിന്നീട് രാഘവൻ ചേട്ടൻ ഒരു ഉത്സാഹം കാണിച്ചില്ല സിനിമയിൽ. മടിയന്മാർക്ക് പിന്നെ ഉയരാൻ കഴിയില്ല. അത് സംവിധായകനെല്ലാം ഇടയ്ക്കിടയ്ക്ക് കോൺടാക്റ്റെല്ലാം ചെയ്യണം, ഫോണെല്ലാം വിളിച്ച് എന്തെല്ലാം സുഖകരെല്ലാം അന്വേഷിക്കണം. എന്തെല്ലാം IV ശശി സുഖം തന്നെ എന്നെല്ലാം ചോദിക്കണം, എന്നാലേ രണ്ടാമത് വിളിക്കും. ഇത് അനങ്ങാണ്ട് വീട്ടിലിരുന്നാൽ ആരും വിളിക്കൂല. അതുപോലെ ഹരിഹരനും ചാൻസ് കൊടുക്കലുണ്ട്. ആലത്തെ സുന്ദരിയിൽ നല്ല റോളാണ് നസീർ സാറിൻ്റെ കൂടെ. പിന്നെ മധുരപ്പതിനയിൽ നായകനാക്കി സുധീർ വില്ലനും രാഘവൻ ചേട്ടൻ നായകനും.
അപ്പോൾ രാഘവൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല പടങ്ങൾ കിട്ടിയതിന് പക്ഷേ ഒരു സൂപ്പർ താരാകാൻ പറ്റിയില്ല. കാരണം ഉത്സാഹമില്ല, അതുതന്നെയാണ് മെയിൻ. ഓക്കെ.